എല്ലാവർക്കും നമസ്കാരം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് സിറപ്പിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചോക്ലേറ്റ് ഒന്നും ഉപയോഗിക്കാതെ കൊക്കോ പൗഡർ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനായി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര പൊടിച്ചത് ഒരു 1/2 കപ്പ് മുതൽ നമുക്ക് ഒരു 1/4 കപ്പ് വരെ എടുത്തു വയ്ക്കാം. ബട്ടർ ഒരു കഷ്ണം, വിപ്പിംഗ് ക്രീം അതുവരെ നമുക്ക് 2 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ എടുക്കാം. വെള്ളം 1/4 കപ്പ്. നമുക്കിനി ഇത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്യാണ്. അതിനുശേഷം അതിലേക്ക് 1/4 കപ്പ്, അതായത് 250 ml കപ്പിൻ്റെ അളവിലാണ് പറയുന്നത്, 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കട്ടിയൊന്നും വരാണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്ന സമയത്ത് ആ കട്ടകളുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അരിഞ്ഞ് ഇത് ശരിയായിട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഉടഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഗ്യാസിൽ വെക്കാൻ പാടുള്ളൂ. കൊക്കോ പൗഡർ അങ്ങനെ അരിഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ കട്ടിയൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് ഗ്യാസും വെച്ച് കത്തിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. സ്വല്പം നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാം. നമുക്കിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. ഇത് അടിയിൽ ഊറാനുള്ളൊരു ടെൻഡൻസി ഉള്ളതാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. പിന്നെ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഒരു വശത്തായിട്ട് ഇങ്ങനെ കുറേശ്ശെ തള വരും. അന്നേരം നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിയൊന്നും പിടിക്കില്ല. ബട്ടർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല ഗ്ലേസിങ്ങിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ബട്ടറിന് ഇന്ന അളവ് എന്നില്ല. ഞാൻ ഒരു കഷ്ണം ബട്ടറാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് അതിൽ വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ്. ഇനി ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്യാണ്. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിവശമൊക്കെ തിളച്ച് വന്നു തുടങ്ങി. ഇനി ഞാനിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ആഡ് ചെയ്യാണ്. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. ബട്ടറൊക്കെ അരിഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ ഇതിലേക്ക് പൊടിച്ചു വെച്ചുള്ള പഞ്ചസാര ആഡ് ചെയ്യാണ്. പഞ്ചസാര ഞാൻ പറഞ്ഞു 1/2 മുതൽ 1/4 കപ്പ് വരെ നമുക്ക് ആഡ് ചെയ്യാമെന്ന്. ഞാൻ 1/4 കപ്പാണ് ഇടുന്നത്. എനിക്ക് ഒത്തിരി മധുരം കൂടുതൽ ചോക്ലേറ്റിൽ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു കനപ്പരസം എടുക്കും. അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് എടുക്കുന്നത്. നിങ്ങൾക്ക് 1/2 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പോ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ചോക്ലേറ്റ് പീസസ് ഇതിലേക്ക് ഇടാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്യണില്ല. ഈ കൊക്കോ പൗഡർ വെച്ചിട്ട് എനിക്ക് നല്ല കളറും ടേസ്റ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഡാർക്ക് കൊക്കോ പൗഡറാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് കൊക്കോ പൗഡറാണ് ഇത്തിരി കൂടെ ഇതിലേക്ക് ഭംഗി കിട്ടുക. അപ്പോൾ തയ്യാറാക്കുന്ന ഈ ചോക്ലേറ്റ് സിറപ്പിന് ഗനാഷ്, സോസ്, ഗ്ലേസ് ഇങ്ങനെ പല പേരുകളുണ്ട്. ഏത് പേരിൽ അറിയപ്പെട്ടാലും ഇത് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ, പുഡിങ്, ഐസ്ക്രീം ഇതിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. അതുപോലെ കൂടുതലായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്ത് ഇതിൽ ഗ്യാസ് ഓഫ് ചെയ്തിടണം. എന്താ വെച്ചാൽ ഇതിൽ നല്ല ചൂടുണ്ടാവും. ഇനി ഈ ഗ്യാസിൽ ഈ ചൂടിലിരുന്നിട്ട് ഒത്തിരി കൂടെ കുറുതാവും. നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ 3 ടീസ്പൂൺ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം ഇതിന് ടേസ്റ്റ് കൂട്ടും. അതുകൊണ്ടാണ് 2 മുതൽ 3 ടീസ്പൂൺ വരെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിപ്പിംഗ് ക്രീം മാത്രം വേണമെന്നൊന്നുമില്ല. കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മധുരം സ്വല്പം കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാനത് ചെയ്യണില്ല. അതൊന്നും ഇല്ലെങ്കിൽ തന്നെയാണ് നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്. ഇതിപ്പോൾ ഗ്യാസ് ഓഫാണ്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് ഒത്തിരി ചൂടാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ കളർ നന്നായിട്ട് മാറും ചെയ്യും. അതുപോലെ കുറുതായി കിട്ടും. ഞാനിത് ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് നേരം വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടെ കുറുതായി നല്ല ഭംഗിയിൽ കിട്ടും. അതാണ്. ഇനി ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് കൊക്കോ പൗഡർ കറക്റ്റായിട്ട് അരിഞ്ഞിട്ടില്ല, ഇതിലിപ്പോൾ കുറേശ്ശെ കട്ടയോ തരിയോ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് അത് അരിച്ച് മാറ്റാവുന്നതാണ്.
നമുക്കിനി ഇതൊരു ചില്ല് കുപ്പിയിൽ ഒഴിച്ചിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കാം. 3 ആഴ്ചയൊക്കെ സുഖമായിട്ട് ഇരിക്കും. പിന്നെ അതിലും കൂടുതൽ എനിക്കറിയില്ല, നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതാണ്. ഈ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടല്ലോ, ഇത് നമ്മൾ പാലിൽ കലർത്തി കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. കൂടാതെ നമ്മൾ കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ, അതുപോലെ പുഡിങ്, മിൽക്ക് പുഡിങ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഗനാഷ് ചെയ്യാൻ വളരെ ടേസ്റ്റാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ താമസിക്കാതെ ഇടുന്നതാണ്. വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് 2-3 ഇൻഗ്രീഡിയൻസ് അല്ലേ നമുക്ക് വരുന്നുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.